എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജിയോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ അടുത്തേക്കായിട്ട് ഹാലുസിനേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവൾ വന്നിട്ട് പറയും ഇവനെ എനിക്ക് വിട്ടാരെ, ഇവനെ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞിട്ട് അവളുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്തായിട്ട് വലിയൊരു ഹാലുസിനേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അവനെ നേരെ കൊണ്ടുപോകുന്നത് അന്ന് അപകടം നടന്ന ആ ഒരു ദിവസമില്ലേ അവിടേക്കായിരുന്നു. ഇവിടെയായിട്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. അവനാണെങ്കിൽ നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്ത് പറയുന്നത് തന്നെ നിന്നെ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്, എൻ്റെ മരണത്തിൻ്റെ കാരണക്കാരൻ നീ തന്നെയാ, നീ നിൻ്റെ പവേഴ്സിനെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊരു ഗതി വന്നത്, നിന്നെ കാരണമാണ് എൻ്റെ ലൈഫ് ഇത്രയും നരകമായത് എന്നൊക്കെ നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്ത് പറയും. ജിയോങ്ങിന് ഇത് കേൾക്കുന്നേ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ പവേഴ്സും അവൻ്റെ കൺട്രോൾ വിട്ടു പോയിട്ടുണ്ട്. ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചേനിയുടെ മുത്തശ്ശീനെ, അവരാണെങ്കിൽ ഇപ്പോൾ പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമായിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ പോലീസുകാരൻ്റെ അടുത്ത് ആ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ അയാളായിരുന്നാലും അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. മുത്തശ്ശി എന്നാൽ അയാളെ നല്ലതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയും നിങ്ങളെങ്ങാണ് ആ പരിസരത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജിയോങ്ങിനെയാണ്. അവൻ്റെ പവറാണെങ്കിൽ ഇപ്പോൾ അൺകൺട്രോളബിൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയല്ലേ. അതേപോലെ തന്നെ എല്ലാത്തിനെയും അടിച്ച് നശിപ്പിക്കുന്ന വേറൊരു ചെറുക്കനുണ്ടല്ലോ, അതായത് വണ്ടർ കിഡ്സിനകത്തുള്ള ഒരുത്തൻ. അവനാണെങ്കിൽ ഇവിടെ നമ്മളുടെ റോബിനെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അവനായിരുന്നാലും അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കത്തൊന്നുമില്ല. അവനാണെങ്കിൽ ഈ ചെറുക്കൻ്റെ ചെവുകുറ്റി നോക്കി നല്ലൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നന്നായിട്ടറിയാം അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇവൻ നല്ലതുപോലെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജിയോങ്ങിനെ കാണിക്കും. അവൻ്റെ അടുത്തായിട്ട് നമ്മുടെ ചേനി എത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്കും പവറായിട്ടാണ് അവൻ്റെ ശക്തി പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ റോബിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ചേനി എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ജിയോങ്ങിൻ്റെ അടുത്തായിട്ട് വരും. എന്നാൽ ജിയോങ് കാണുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്തോട്ട് വരുന്നതായിട്ടാണ്. അവനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചേനി പറയും നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നീ നല്ലവനാണ്. എന്നാൽ ഇവിടെ നമ്മളുടെ ജിയോങ് കേൾക്കുന്നത് തന്നെ അവൻ്റെ ഫ്രണ്ട് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവനെ അത് നല്ലതുപോലെ കാമാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോങ് ആയിരുന്നാലും ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. ഇവിടെയായിട്ട് ആ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ആ പെണ്ണില്ലേ, അവൾ ദൂരെ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് നല്ലതുപോലെ തകർന്നു പോവും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്ത് വലിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആണെങ്കിൽ ചെയിനിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്ന കാണുന്നേ അവൾ വിചാരിക്കും ജിയോങ്ങിന് അവളുടെ അടുത്ത് എന്ത് ഇഷ്ടമല്ലേ, അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് യാതൊരു വിലയും ഇല്ല എന്നല്ലേ അർത്ഥം. ഇവിടെയായിട്ട് നമ്മുടെ ചേനിയായിരുന്നാലും ജിയോങ്ങിനെ അതേപോലെ തന്നെ റോബിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ടെലിപ്പോർട്ടായി ഒരു പള്ളിയുടെ അടുത്തായിട്ട് വരും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു. കാര്യം അവൻ്റെ കൈ ഒരു സ്ഥലത്തായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിസ്റ്റർ സോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ചേനിക്കായിരുന്നാലും അവളുടെ പവേഴ്സ് അങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും അല്ല എത്തിപ്പെടുന്നത്, പകരം വേറെ വല്ല സ്ഥലത്തൊക്കെയാണ്. അവിടെയായിട്ട് നമ്മളുടെ ആ ഡോക്ടറായിട്ടുള്ള പ്രൊഫസറില്ലേ, അയാളും അയാളുടെ ടീംമേറ്റ്സും എല്ലാവരോടും നിന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെയായിട്ട് നല്ല പ്രായമുള്ളൊരു കിളവനും ഉണ്ട്. അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഈ നിൽക്കുന്ന ഈ പ്രൊഫസറിനെയും അവൻ്റെ ആൾക്കാരെ എല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് അവിടെ നിൽക്കുന്ന ഈ അപ്പൂപ്പൻ്റെ ആൾക്കാരെടുത്ത് പറയും. അവന്മാരുടെ കയ്യിൽ വലിയ വലിയ ഗണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അപ്പൂപ്പന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ എങ്ങനെയെങ്കിലും അയാളുടെ അസുഖത്തെ കണ്ടുപിടിച്ച് നേരെയാക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മളുടെ ചെയിനിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ആ പ്രൊഫസർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നാലും ആ ചെയിനിയുടെ പ്ലാസ്മയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്തായിരുന്നാലും അവളുടെ ഫുൾ ബ്ലഡിൻ്റെ അത്രയൊന്നും വരത്തില്ല, അവളുടെ ഹേർട്ടിൻ്റെ അത്രയും വരത്തില്ല. എന്നാലും ഇത് യൂസ്ഫുൾ ആവുമോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ആ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കും. അയാൾ അതിന് ഓക്കെ പറയുകയും ചെയ്യും. അങ്ങനെ അയാളുടെ ദേഹത്തായിട്ട് ആ ഒരു ഇഞ്ചക്ഷനാണെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇയാളാണെങ്കിൽ നല്ല യങ് മാനായിട്ട് മാറാൻ തുടങ്ങും. അയാൾ നല്ല ചെറുപ്പമായിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന അയാൾ പറയും ആ പെങ്കൊച്ചിൻ്റെ ഒരു തുള്ളി രക്തത്തിന് ഇത്രയും പവറാണെങ്കിൽ എനിക്ക് ആ പെണ്ണിനെ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ സെക്കൻഡിൽ തന്നെ ഇയാൾ വീണ്ടും പഴയതുപോലെ തന്നെ നല്ല പ്രായമാവാൻ തുടങ്ങും. ഇത്തവണയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമാവുന്നതിൻ്റെ അങ്ങേ അറ്റമായിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ ശരീരം എത്രത്തോളം ഏജ് ആവാവോ അത്രത്തോളം ഏജായിട്ട് ദ്രവിച്ചു പോകുന്ന ആ ഒരു രീതിയിലെത്തത്തില്ലേ, അത്രയും പ്രായമായി അയാൾ അങ്ങ് മരിച്ചു പോകും. ഇവിടെ അയാളുടെ ബോഡി ഗാർഡ്സ് ആയിരുന്നാലും നമ്മുടെ ഈ പ്രൊഫസറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. എന്നാൽ അയാളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോളുണ്ടല്ലോ, അവക്കാണെങ്കിൽ ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്.
അവളാണെങ്കിൽ ഈ ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് പറയും നിങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല എന്ന്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ ചേനിയായിരുന്നാലും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതാ. സൗണ്ട് കേൾക്കുന്നേ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ശക്തിശാലിയായിട്ടുള്ള രണ്ടാമതൊരു വണ്ടർ കിഡ് ഉണ്ടല്ലോ, നമ്മുടെ ജിയോങ്ങിൻ്റെ കൂടെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നവൻ, അവനാണെങ്കിൽ ചെയിനിനെ പിടിക്കാനായിട്ട് ഓടും. എന്നാൽ സെക്കൻഡിൽ തന്നെ നമ്മുടെ ചെയിനിയായിരുന്നാലും അവിടുന്ന് ടെലിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ആ പ്രൊഫസർ പറയും എന്ത് വില കൊടുത്തും അവളെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള പെണ്ണാണെങ്കിൽ നമ്മുടെ ആ പവർഫുൾ ആയിട്ടുള്ള ചെറുക്കൻ്റെ അടുത്ത് പറയും നീ ഇപ്പോൾ പോവണ്ട, നിന്റെ കൈ ഓൾറെഡി കല്ലായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ഇനിയും പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഇനിയും മോശമാവും, നീ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട് എന്ന്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫസർ ആയിരുന്നാലും ഇതൊന്നും മൈൻഡേ ആക്കത്തില്ല. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം നടന്നാൽ മതിയായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണാണെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് സംസാരിച്ച് അവൻ്റെ മൈൻഡ് മാറ്റാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് പറയും നീ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, നിന്റെ പവർ എൻ്റെ അടുത്ത് വർക്കാവത്തില്ല. അച്ഛൻ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റിഡോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലും ഉണ്ട്, അച്ഛൻ്റെ കയ്യിലും ഉണ്ട്, അതേപോലെ നമ്മളുടെ മൂന്നാമത്തെ സിസ്റ്ററിൻ്റെ കയ്യിലും ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്ന ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നവൾ നല്ലതുപോലെ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ ചെയിനിയുടെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് പറയാനാ. അവൾ നേരെ വന്ന് വീഴുന്നത് ചർച്ചിൽ എല്ലാവരും പ്രേയേഴ്സ് നടത്തുന്ന ഒരു സ്ഥലത്തായിട്ടായിരുന്നു. അവിടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് ചേനീനെ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത് കാണുന്നത് നമ്മുടെ ചേനി അവരത്തേക്ക് ചിരിക്കും. നിങ്ങളെന്താ ആൾക്കാരെ കണ്ടിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങും. എന്നാൽ നമ്മുടെ ചേനിയുടെ മൈൻഡാണെങ്കിൽ അതിന് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞു നിന്നിട്ട് പറയും നിങ്ങളെ എല്ലാ ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെന്തിനാ ഈ പള്ളിയിലേക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ ഇതെന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ ഊറ്റുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേനി ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ റോബിന് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജിയോങ്ങിനാണെങ്കിൽ ഒട്ടും ബോധമില്ല. റോബിനായിരുന്നാലും ചേനിയുടെ അടുത്ത് പറയും ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് നടന്ന് വാ പെണ്ണേ എന്ന്. എന്നാൽ നമ്മുടെ ചേനിക്കാണെങ്കിൽ ഒട്ടും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ അവിടെയായിട്ട് അനൗൺസ് ചെയ്തിട്ട് പറയും ഇവിടെയായിട്ട് നമ്മളുടെ പള്ളിയിൽ നമ്മളുടെ കൂടെ ഇല്ലാത്ത 2-3 ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണം എന്ന്. ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ആ പെണ്ണിൻ്റെ വശത്തായിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഇല്ല സോംബികളുടെ പോലെ. ഇവിടെയായിട്ട് അവരാണെങ്കിൽ നമ്മുടെ ചേനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ചേനി ആയിരുന്നാലും എങ്ങനെയെങ്കിലൊക്കെ അവിടുന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ചേനീനെ അവിടുന്ന് തൂക്കി അവൻ്റെ അടുത്തോട്ടായിട്ട് കൊണ്ടുവരും. നമ്മുടെ ചേനിക്കായിരുന്നാലും ജിയോങ് കണ്ണ് തുറന്നതുകൊണ്ട് തന്നെ ഒരു പേടിയോ ഇല്ല. അവളിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവൾ അവൻ്റെ കൂടെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടുന്ന് ഓടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും ഇത്രയും നാളും അവൻ്റെ ലൈഫ് ഭയങ്കര ബോറിങ് ആയിരുന്നില്ലേ. യഥാർത്ഥത്തിൽ നമ്മളുടെ ചേനി വന്നതിന് ശേഷമാണ് അവൻ്റെ ലൈഫ് ഇത്രയും കളർഫുൾ ആവാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അവർ വേഗം തന്നെ ആ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് പറയും എടാ നമ്മളുടെ രണ്ടാമത്തെ പ്ലാൻ ലോഞ്ച് ചെയ്യാനുള്ള സമയമായി എന്ന്. അയാളാണെങ്കിൽ ഇപ്പോൾ ഈ പള്ളിയുടെ പുറത്തായിട്ട് കുറച്ച് ആൾക്കാരുമായിട്ട് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ അവൻ്റെ കയ്യിലായിട്ട് കുറച്ച് പണി ആയുധങ്ങളും ഉണ്ട്. അവനവിടെ പ്ലാൻ ചെയ്യുന്നത് തന്നെ പള്ളിയിലായിട്ട് ആൾക്കാർ ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ പള്ളിയെല്ലാം അടിച്ച് തകർത്ത് അകത്തോട്ട് കയറണം എന്നാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോങ്ങിനെയാണ്. അയാളാണെങ്കിൽ ഇപ്പോൾ മറ്റേ സോംബികളുടെ ഇടയിലെല്ലാം നല്ലതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യമേ എലികളെ പോലെ ഓരോരോ ക്യാനിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ നുഴഞ്ഞ് ആരും കാണാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവന് മനസ്സിലാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരുടെയും മുമ്പിൽ വന്ന് ചാടും. അതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കും സീലിങ്ങിൽ എങ്ങനെയെങ്കിലും കള്ളം പറഞ്ഞിട്ടായിരുന്നാലും പിടിച്ച് സ്പൈഡർമാനെ പോലെ കയറി പോവാമെന്ന്. അത് ഭയങ്കര കോമഡിയാണ്. അവൻ ഒരു തവണ പറയും ഞാൻ ഷാറുഖ് ഖാനാ എന്ന്, അടുത്ത തവണ പറയും ഞാൻ അമീർ ഖാനാ എന്ന്. അങ്ങനെ അവൻ ഓരോരോ ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പോയിന്റിൽ എത്തുന്നതും അവനാണെങ്കിൽ മനസ്സിലാവും ഇവിടെ ഭയങ്കര ഡേഞ്ചറാ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലുസിനേഷൻ ചെയ്യുന്ന പെണ്ണും മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണും രണ്ടവളുമാരും താഴെയായിട്ടുണ്ടായിരുന്നു. അതേപോലെ വലിയൊരു കെമിക്കൽ ടാങ്കും ഉണ്ട്. അവിടെയായിട്ട് മറ്റേ വയസ്സായി മരിച്ചുപോയ ഒരു അപ്പൂപ്പനില്ലേ, അയാളുടെ ബോഡിയൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് കാണും. ആ കെമിക്കൽ ലിക്വിഡ് എന്ന് പറയുന്നത് എന്ത് സാധനം കൊണ്ടിട്ടാലും അപ്പം തന്നെ ദ്രവിച്ചു പോകുന്ന രീതിയിലുള്ളൊരു ലിക്വിഡ് ഫോം ആയിരുന്നു. ഇത് കാണുന്ന നമ്മുടെ മിസ്സസ് സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അതേസമയം തന്നെ അവൻ്റെ ഫോണിലായിട്ടൊരു കോൾ വരും. ഫോൺ താഴെ വീഴാൻ പോകുന്നതും അവൻ പെട്ടെന്ന് തന്നെ അതിൽ കയറി പിടിക്കുകയും ചെയ്യും. എന്നാൽ അവൻ എങ്ങനെ മുകളിലോട്ട് വരണമെന്ന് അറിയത്തില്ലായിരുന്നു. അതായത് അവൻ്റെ കൈ ഭിത്തിയിലായിട്ട് ഒട്ടിച്ചു വെച്ചാൽ മാത്രമല്ലേ അവന് നടന്ന് പോകാൻ പറ്റൂ. അവൻ അതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അവിടെയായിട്ട് അവനൊരു കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ ഈ പ്രൊഫസറാണെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത് തന്നെ ആ ഒരു ഗ്രാമമില്ലേ, അവിടെ മൊത്തത്തിൽ ഈ ഒരു കെമിക്കലിൻ്റെ ആ ഒരു മരുന്നില്ലേ, അതായത് വണ്ടർ കിഡ്സ് ആക്കാൻ വേണ്ടിയിട്ട്
കുട്ടികളുടെ ദേഹത്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് അത് പരത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരെയും അതുപോലെ ആക്കിയെടുക്കണം. എന്നാലല്ലേ അയാൾക്ക് അതിൽ നിന്ന് 1% ആൾക്കാരെങ്കിലും ഇമ്മോർട്ടലായിട്ട്, അതായത് മരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കാരാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അയാൾ ഒരുപാട് പേരിൽ പരീക്ഷണം നടത്തിയിട്ടില്ലേ അങ്ങനെ ഒരു കുട്ടീനെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അയാൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ മിസ്സസ് സോങ് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ പവർ ഒരുപാട് യൂസ് ചെയ്ത് അവളുടെ മുടിയെല്ലാം നല്ലതുപോലെ നരച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ പവേഴ്സ് എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് അവൾക്ക് പ്രായമായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജിയോങ്ങിനെയും ഷെയ്നിനെയും അതേപോലെ റോബിനെയാണ്. ഇവിടെയായിട്ട് അവരെങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. എന്നാൽ നമ്മുടെ റോബിനാണെങ്കിൽ ആ സോംബികളുടെ കയ്യിലായിട്ട് പിടിപെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ് ഒന്നും നോക്കത്തില്ല, എങ്ങനെയെങ്കിലും അവനെ വലിച്ച് നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്തോട്ടങ്ങ് ആക്കും. ഇവിടെ നമ്മുടെ റോബിനായിരുന്നാലും ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അവനെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടെങ്കിലും ഇങ്ങനെ രക്ഷിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിൻ്റെ കണക്കിന് ശക്തിയുള്ള മറ്റേ വണ്ടർ കിഡായിട്ടുള്ള ഒരുത്തനില്ലേ, അവനുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഭയങ്കര വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. നമ്മുടെ റോബിനായിരുന്നാലും നല്ല വീക്കായിരുന്നു. നമ്മുടെ ജിയോങ് പറയും, റോബിനെ നീ വേഗം തന്നെ റൂമിലായിട്ട് കൊണ്ടുപോയി വെക്ക്, എന്നിട്ട് നീ എന്നെ രക്ഷിക്കാൻ വന്നാൽ മതി എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ചേനി വേഗം തന്നെ റോബിനെ അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് അവൾ അവിടെയുള്ള കോഫിയും അതേപോലെ തന്നെ കൈ കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ടാണ് നേരെ ടെലിപ്പോർട്ടായിട്ട് വരുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ജിയോങ്ങും അതേപോലെ തന്നെ ആ പവർഫുൾ ആയിട്ടുള്ള വണ്ടർ കിഡിലെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഭയങ്കര വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും അവൻ്റെ അടുത്ത് പറയും, നീ എപ്പോഴും അച്ഛാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങേരില്ലേ, അയാൾ നിന്നെ ചതിക്കുകയാണ്, അയാൾ അത്ര നല്ലവനൊന്നുമല്ല. എന്നാൽ ഇവൻ്റെ മൈൻഡ് ഓൾറെഡി അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് ഇവൻ ചാവാൻ പോലും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയായിട്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ട് വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ സോങ്ങിനെയാണ്. ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സോംബികളുടെ കൂട്ടത്തിൽ സോംബിനെ പോലെ അഭിനയിച്ചൊക്കെ നടക്കാൻ തുടങ്ങും. എന്നാൽ അവസാനം പിടിപ്പെട്ടു എന്ന് തോന്നുന്നതും അവൻ വിചാരിക്കും, ഓഹോ എന്നെ ഇവന്മാരെല്ലാവരും കൂടി ഇപ്പം കൊല്ലുമെന്ന്. എന്നാൽ ആ സമയത്ത് ദേവദൂതനെ പോലെ എത്തുന്ന വേറെ ആരുമല്ല, നമ്മുടെ ചേനി തന്നെയായിരുന്നു. അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ റെഡിയായിരുന്നു. അവൾ അങ്ങനെ വന്ന് നമ്മുടെ മിസ്റ്റർ സോങ്ങിനെ രക്ഷിച്ചുകൊണ്ട് നേരെ നമ്മുടെ ജിയോങ്ങിനെ തപ്പി വരും. എന്നാൽ നമ്മുടെ മിസ്റ്റർ സോങ് പറയും, എനിക്ക് ജിയോങ്ങിനെ തപ്പാനുള്ള സമയമൊന്നുമില്ല, എനിക്ക് വേഗം തന്നെ എൻ്റെ ഫാമിലി എടുത്തു പോകണം, എനിക്ക് എൻ്റെ ഭാര്യേനെയും കുഞ്ഞിനെ രക്ഷിക്കണോ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ചേനി പറയും, അപ്പോൾ ജിയോങ്ങോ, നിങ്ങൾക്ക് ജിയോങ്ങിനെ രക്ഷിക്കണമെന്നില്ലേ, അവനല്ലേ അവൻ്റെ ജീവൻ പണയം വെച്ച് നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്. എന്നാൽ നമ്മളുടെ മിസ്റ്റർ സോങ് പറയും, നിനക്കറിയാവോ ഇവിടുത്തെ പ്രൊഫസറിൻ്റെ പ്ലാൻ എന്തുവാന്ന്, അയാൾ നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അയാൾ വലിയൊരു കണ്ടെയ്നർ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ കണ്ടെയ്നറിനകത്ത് പോയിരിക്കുന്നത് മറ്റേ ഹാലുസിനേഷൻ ചെയ്യാൻ കഴിവുള്ള പെണ്ണില്ലേ, അവൾ തന്നെയായിരുന്നു. അവൻ പറയും, ആ കണ്ടെയ്നറിനകത്തുള്ള ആ ലിക്വിഡാണെങ്കിൽ എല്ലാവരെയും മോശമാക്കും, എല്ലാവർക്കും പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ മിസ്റ്റർ സോങ് പോകാനൊരുങ്ങും. എന്നാൽ നമ്മുടെ ചേനി ഇതൊന്നും വിശ്വസിക്കത്തില്ല. എന്നാൽ നമ്മുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലായിട്ട് കയറി പിടിക്കും. അവളുടെ കൈ ഒട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം അവൻ പറയുന്നത് സത്യം തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ആ ജിയോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത മറ്റേ ആ വണ്ടർ കിഡില്ലേ, അവൻ്റെ അവസ്ഥ നല്ല മോശമായിട്ടുണ്ടായിരുന്നു. അവൻ നേരെ വന്നിരിക്കുന്നത് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തായിട്ടാണ്. അവൻ്റെ കയ്യിലെ ആ കല്ലാവുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവൻ്റെ നെഞ്ചത്തും എല്ലാം ആയിട്ടുണ്ട്. അതായത് അവനവൻ്റെ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെയായിട്ട് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആ പെണ്ണും വരും. അവൾ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ അതങ്ങോട്ട് പറഞ്ഞു തീരുന്നതും ആ സെക്കൻഡിൽ തന്നെ അവനവിടെ മരിച്ചു വീഴും. ഇത് കാണുന്നതും നമ്മളുടെ ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണായിരുന്നാലും മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ചേനിയാണെങ്കിൽ നമ്മളുടെ ജിയോങ്ങിനെ അന്വേഷിക്കും. എന്നാൽ അവൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മളുടെ ആ പ്രൊഫസറിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും വലിയ എന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ വേറൊരു രീതിയിലുള്ള ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് എലികളിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് കാണുന്നേ അവൻ നല്ലതുപോലെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര സന്തോഷത്തിലുമാണ്. അവൻ എന്തോ വലിയൊരു കാര്യം ഡിസ്കവർ ചെയ്തതുപോലെ. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേനിയും അതേപോലെ തന്നെ മിസ്റ്റർ സോങ്ങില്ലേ, രണ്ടുപേരോട് ചേർന്നിട്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അവിടെ എല്ലാം സോംബീസ് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചേനി ആയിരുന്നാലും കോഫിയുടെ ആ ഒരു പാക്ക് കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ മിസ്റ്റർ സോങ്ങിനെ അവിടെ നിന്ന് ടെലിപ്പോർട്ടാക്കി അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവരും. എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ഫാമിലിനെ രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് അവൾ വലിയ വലിയ ആയുധങ്ങളായിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ ആയിട്ട് നമ്മളുടെ ചേനിക്ക് ഒറ്റയ്ക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് മുത്തശ്ശി എത്തും. മുത്തശ്ശിയുടെ കൂടെ നമ്മുടെ ആ ഡിറ്റക്റ്റീവും ഉണ്ട്. എല്ലാവരോടും ചേർന്നിട്ട് എല്ലാവരെയും നേരെയാക്കും. ഇവിടെയായിട്ട് മുത്തശ്ശിയുടെ കയ്യിലായിട്ട് വലിയൊരു സ്പീക്കർ ഉണ്ടായിരുന്നു.
ആ സ്പീക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നതും അവിടെ നിൽക്കുന്ന സാധാരണക്കാർക്കെല്ലാം ബോധം വീഴും. അവർക്കെല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അവർ ചോദിക്കുന്ന തന്നെ ഇവിടെ എന്താ സംഭവിച്ചത് എന്നാൽ വൈകാതെ തന്നെ വീണ്ടും അവരെല്ലാം കൺട്രോളിലാവുകയും ചെയ്യും. ഇവിടെ നമ്മളുടെ ചേനിയും മുത്തശ്ശിയും ഭയങ്കര സ്നേഹത്തിലാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തശ്ശിയും ചെറുമോളും കളിക്കാൻ തുടങ്ങും. അതായത് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിയോങ് ആണെങ്കിൽ ആ പ്രൊഫസറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവൻ പറയും എനിക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ആ പ്രൊഫസർ പറയും എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല, ഞാൻ കുറച്ച് ബിസിയായെന്ന്. ഉടനെ തന്നെ നമ്മുടെ ജിയോങ് ചോദിക്കും അല്ല ഞങ്ങളെ എന്തിനാ ചൂസ് ചെയ്തത്, നിങ്ങൾക്ക് വേറെ എന്തെല്ലാം ജീവികളെ എടുക്കായിരുന്നു, എന്തിനാ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുട്ടികളെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പരീക്ഷണമൊക്കെ നടത്തിയത്. ഉടനെ തന്നെ ആ പ്രൊഫസർ പറയും ആവശ്യമില്ലാത്ത പരീക്ഷണമെന്നോ, ഇതിനകത്ത് സൈഡ് എഫക്ട്സ് ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചിരുന്നു, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും പവർ കിട്ടിയില്ലേ, ഇത്രയും പേര് പരീക്ഷണം നടത്തിയതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു എറ്റേണൽ കിഡിനെ കിട്ടി. അതേപോലെ ഞാൻ ബാക്കിയുള്ളവരിലും ഒരുപാട് പേരിൽ പരീക്ഷണം നടത്തും, അപ്പോൾ എനിക്ക് ഒരുപാട് എറ്റേണലായിട്ടുള്ള ആൾക്കാരെ കിട്ടും. അതെന്തായിരുന്നാലും ഈ ലോകത്തിന് തന്നെ നല്ലതായിട്ടുള്ളൊരു കാര്യമല്ലേ, അതിനകത്ത് എന്താ ഇത്രയ്ക്കും വലിയ തെറ്റ്, നീ തന്നെ ഒന്ന് പറ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ജിയോങ്ങിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഗണ്ണ് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്, നമ്മളുടെ ജിയോങ്ങിൻ്റെ പവർ എന്ന് വെച്ചാൽ ആരും വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അവനാണെങ്കിൽ അവൻ്റെ പവർ വെച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ ആ ഒരു ഗണ്ണില്ലേ, അതിനെ എല്ലാവരുടെയും നേർക്ക് തന്നെ തിരിച്ച് പോയിന്റ് ചെയ്യും. അതായത് ആരെയാണോ അവർ വെടിവെക്കാൻ ഒരുങ്ങിയത് അതിന് പകരമായിട്ട് ഉന്നം പോകുന്നത് തന്നെ നേരെ തിരിച്ചായിരുന്നു. ആ ബുള്ളറ്റുകൾ അവൻ്റെ അടുത്ത് എത്തുന്നതും നേരെ തിരിച്ച് അവൻ അവരിലോട്ട് തന്നെ അങ്ങ് വിട്ടുകൊടുക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ പ്രൊഫസറിൻ്റെ ദേഹത്തായിട്ടായിരുന്നാലും ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് പണ്ട് സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ജിയോങ്ങിൻ്റെ പവേഴ്സ് കാരണം വലിയ വലിയ കെമിക്കൽസിൻ്റെ റിയാക്ഷനൊക്കെ നടന്നിട്ട് അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഈ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ചേനിയായിരുന്നാലും നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിയോങ്ങിനായിരുന്നാലും നല്ല ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ജിയോങ് അവളെ കിസ് ചെയ്തൊരു മൊമെൻ്റ് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ടായി ആപത്ത് നടന്നത് എവിടെയാണോ അവിടെയായിട്ട് വരും. എന്നാൽ അവിടെ അവൾ ജിയോങ്ങിൻ്റെ പൊടി പോലും കാണത്തില്ല. അവൾ അവിടെ എല്ലാം അന്വേഷിച്ച് നോക്കും. അവിടെ കിടക്കുന്ന ജീവനുള്ള ആൾക്കാരായിരുന്നാലും ഇവളുടെ അടുത്ത് സഹായം ചോദിക്കും. നമ്മുടെ ചേനി ആയിരുന്നാലും മനസ്സോടെ ആയിരുന്നാലും അവരെ എല്ലാം രക്ഷിച്ച് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചേനി നല്ല വിഷമത്തിലായിരുന്നു. അതായത് ജിയോങ്ങിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അവൻ്റെ ഒരു വിവരവും ഇല്ല. അതേസമയം തന്നെ നമ്മളുടെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവൾ വേഗം തന്നെ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരും. അയാൾക്ക് ഇപ്പോൾ ഒട്ടും ജീവൻ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ ഇരിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് അയാളുടെ കയ്യിലായിട്ട് ഇഞ്ചക്ട് ചെയ്യും. അയാൾ ഒരു പക്ഷേ ജീവനോടെ വന്നാലോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ അപ്പോഴേക്കും അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമാവും. എന്നാലും അവൾ വേഗം തന്നെ അവളുടെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയും നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാം അതേപോലെ തന്നെ നടക്കണം. എന്നാൽ അവൾ അവിടെ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് ഇവരുടെ ഈ പ്രൊഫസറായിട്ടുള്ള ഈ അച്ഛൻ മരിച്ചു പോയതും അതേപോലെ തന്നെ ഇവരുടെ ബ്രദറായിട്ടുള്ള ആ പവർ ഉള്ളവനില്ലേ, അവൻ മരിച്ചുപോയ കാര്യം ഇവൾ ആ പെണ്ണിൻ്റെ അടുത്ത് പറയത്തില്ല. അതിനുശേഷം കാണിക്കുന്നത് ഇവളാണെങ്കിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജിയോങ്ങിനെയും അവൾ മാറ്റി രക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അവൾ കൺട്രോൾ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും അവളുടെ വശത്താക്കി എടുക്കും. ഈവൻ നമ്മുടെ മുത്തശ്ശിയുടെ ആ ഡിറ്റക്റ്റീവില്ലേ, അവൻ പോലും ഇപ്പോൾ ആ പെണ്ണിൻ്റെ കൺട്രോളിലായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ചേനി ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോവും. അവൾ വേഗം തന്നെ മുത്തശ്ശീനെയും കൊണ്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ടാവും. എന്നിട്ട് അവൾ വലിയൊരു JCB ആയിട്ടാണ് തിരിച്ച് ടെലിപ്പോർട്ടായിട്ട് വരുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ചേനിയാണെങ്കിൽ എല്ലാവരെയും അടിച്ച് ശരിയാക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പുതിയ ന്യൂ ഇയർ വരുന്നതിനെ പ്രമാണിച്ച് എല്ലാവരും അതിൻ്റെ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ മോളിലെ അവളുടെ ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് അവളായിരുന്നാലും അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അച്ഛൻ എന്താ വരാത്തതെന്ന് ആലോചിച്ചിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് വന്നിട്ട് എല്ലാവരും പറയും നിങ്ങളെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണം, ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് ആപത്താണ്, ലോകം അവസാനിക്കാൻ പോവുക എന്നൊക്കെ. എന്നാൽ നമ്മുടെ മിസ്റ്റർ സോങ് പറയുന്നത് ആരും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവരെല്ലാവരും വിചാരിക്കും ഇവനും ആ ചർച്ചുകാരുടെ കൂടെ കൂടിയിട്ട് അവർ പറയുന്ന പോലെ പിച്ചും പേയും വിളിച്ച് പറയുക എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ സോങ്ങിൻ്റെ വൈഫിനായിരുന്നാലും നല്ല നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ സോങ് ആണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ ചേനീനെയും റോബിനെയൊക്കെ കാണിക്കും. അവർ വിചാരിക്കും എന്നാലും ഇവരെ എങ്ങനെയായിരിക്കും ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അവരങ്ങനെ ആലോചിച്ച് അവർക്ക് മനസ്സിലാവും മിക്കവാറും ഇന്ന് രാത്രി പൊട്ടാൻ പോകുന്ന ഫയർ വർക്കിനകത്തായിരിക്കും അവർ ഈ മെഡിസിൻസ് കലർത്തിയിരിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും എല്ലാവരുടെ ദേഹത്ത് അവരിതാക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ അവരാണെങ്കിൽ ഫയർ വർക്കുള്ള ആ ഒരു കണ്ടെയ്നറും തപ്പി ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവരങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കും. എന്നാൽ അവർക്ക് അതിൻ്റെ ഒരു ക്ലൂവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ദൂരെയായിട്ട് ഒരാൾ നിൽക്കുന്നതാണ്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ജിയോങ് ആയിരുന്നു. ജിയോങ്ങിനെ കാണുന്നേ നമ്മളുടെ
നമ്മളുടെ റോബിനും അതേപോലെ ചേനിയും കൂടി അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കും. എന്നാൽ നമ്മളുടെ ജിയോങ്ങിനാണെങ്കിൽ ഒട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണിന്റെ ഫുൾ കൺട്രോളിലായിരുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ റോബിനെ ആയിരുന്നാലും അതേപോലെ ചേനീനെ ആയിരുന്നാലും നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാറും വണ്ടികളും ഒക്കെ അവരുടെ ദേഹത്ത് വലിച്ചെറിയാനൊരുങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ റോബിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ടും നമ്മുടെ ചേനീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം തന്നെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണിനെ കാണിക്കും. അവളുടെ മുടിയെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ്ലി നരച്ചിട്ടുണ്ട്. കാര്യം അവളുടെ പവേഴ്സ് അവൾ അതിനും വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ മിസ്റ്റർ സോങ്ങിനെ കാണിക്കും. ആളായിരുന്നാലും ആളുടെ വൈഫിനെയും കുട്ടീനെയും പെട്ടെന്ന് തന്നെ ഒരു ബിൽഡിങ്ങിലായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറയും, നിങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കണം, ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് മിസ്റ്റർ സോങ്ങും അവിടെ നിന്ന് അങ്ങ് പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ്ങിന് ഒട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അവനായിരുന്നാലും ചെയിനിനെ കിട്ടുന്നതും അവളുടെ കഴുത്തിന് ഞെരുക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. നമ്മുടെ റോബിനായിരുന്നാലും എന്ത് ചെയ്യണമെന്ന് തന്നെ മനസ്സിലാവത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ചെയിനി ആയിരുന്നാലും നല്ലതുപോലെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ലതുപോലെ ശ്വാസവും മുട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചെയിനി ഒന്നും നോക്കത്തില്ല, വേഗം തന്നെ നമ്മളുടെ ജിയോങ്ങുമായിട്ട് അവിടെ നിന്ന് അങ്ങ് ടെലിപ്പോർട്ടായി പോവും. ഇത് കാണുന്നതും എല്ലാവരും ഞെട്ടിപ്പോവും. യഥാർത്ഥത്തിൽ നമ്മളുടെ ജിയോങ് ആയിരുന്നാലും നമ്മളുടെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളുടെ കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ചെയിനി ഇവനെയും കൊണ്ട് വരുന്നത് തന്നെ ജീജു ഐലൻഡിലായിട്ടാണ്. ഇവിടെ എത്തുന്നത് നമ്മുടെ ജിയോങ് ആണെങ്കിൽ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളുടെ അടുത്ത് നിന്ന് നല്ലതുപോലെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചെയിനി ആയിരുന്നാലും അവൻ്റെ മുഖത്തിട്ട് നല്ലൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. അവൾ പറയും, ഞാൻ പേടിച്ചു പോയി, ഞാൻ വിചാരിച്ചു നീ ഇപ്പം എന്നെ കൊന്നു കളയൂ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മിസ്റ്റർ സോങ്ങിനെയാണ്. അയാൾ അവിടെ അയാളുടെ വൈഫിൻ്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തും പറയുന്നത് തന്നെ, നിങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കും, ഞാൻ നിങ്ങളെ എന്തായിരുന്നാലും രക്ഷിക്കൂ എന്നാ. എന്നാൽ ഇവിടെയായിട്ട് അയാളുടെ വൈഫ് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ നിൻ്റെ ഈ വാ വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്? ഉടനെ എന്നെ സോങ് പറയാൻ തുടങ്ങും, നീ നോക്കിക്കോ, ഞാൻ എൻ്റെ ഈ വാ വെച്ച് തന്നെ നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മോളുടെ ചെവിയിലായിട്ടൊരു ഹെഡ്സെറ്റും എടുത്ത് വെച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജിയോങ്ങും ചേനിയും അതേപോലെ റോബിനും അതേപോലെ തന്നെ മിസ്റ്റർ സോങ്ങും ഇവരിത്രയും പേരോട് ചേർന്നായിട്ട് മറ്റേ ആ സോംബികളുടെ അടുത്ത് നിന്ന് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളാണെങ്കിൽ അവളുടെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെത്രത്തോളം ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് ആൾക്കാർ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ മിസ്റ്റർ സോങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു ബോളിനകത്ത് അവൻ കയറി ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും. എന്നിട്ട് ആ ബാളിനകത്ത് അവൻ്റെ ഒട്ടുന്ന ആ ഒരു പവർ കൊടുത്തതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെ എല്ലാം അവൻ അതിനകത്ത് ഒട്ടിച്ചെടുത്ത് അങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കും. അതായത് ഒരുപാട് ആൾക്കാരെ അവൻ തന്നെ അങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവൻ്റെ മോള് വരുന്ന് കാണുന്നുണ്ട്. ഇവിടെയായിട്ട് അവർ കുറച്ച് ആൾക്കാരെ ക്ലിയർ ചെയ്യും, വീണ്ടും കുറേ ആൾക്കാർ വരും. ഇവർ വിചാരിക്കും ഇതിനൊരു അന്ത്യമില്ലേ എന്നും. നമ്മളുടെ ചേനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഈ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന നമ്മളുടെ മിസ്റ്റർ സോങ് ആണ്. അവനാണെങ്കിൽ ഓരോ കള്ളം പറഞ്ഞ് ഭിത്തിയിലായിട്ട് വലിഞ്ഞു പിടിച്ച് കയറിപ്പോവും. ഇതെല്ലാം അവൻ്റെ മോളും കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല പ്രൗഡ് ഫീലാ ചെയ്യുന്നേ. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മിസ്റ്റർ സോങ് ആണെങ്കിൽ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവളുടെ അടുത്തായിട്ട് വരുന്നതാണ്. അവളാണെങ്കിൽ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ടല്ലേ സംസാരിക്കുന്നത്. അവൻ്റെ സംസാരം കാരണം അവൾക്ക് ഈ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അങ്ങനെ അവർ കുറേ സംസാരിക്കും. ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് ട്രൈ ചെയ്യുന്നത് തന്നെ അവളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവൾ നല്ല ഉറച്ച തീരുമാനത്തിലായിരുന്നു. അവളായിരുന്നാലും നമ്മുടെ മിസ്റ്റർ സോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ മറ്റേ സിസ്റ്ററില്ലേ, അതായത് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അവളാണെങ്കിൽ വന്നിട്ട് നമ്മുടെ മിസ്റ്റർ സോങ്ങിനെ ആണെങ്കിൽ അവിടെ നിന്ന് തള്ളി മുകളിൽ നിന്ന് അങ്ങ് താഴെ ഇടും. അവന് ഭാഗ്യത്തിനൊന്നും പറ്റത്തില്ല. അതേസമയം തന്നെ അവൾ വന്നിട്ട് നമ്മളുടെ ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാണ് നിൻ്റെ പവറിനെ ഇത്രയും യൂസ് ചെയ്തത്? ഇവിടെയായിട്ട് ആ പെണ്ണ് പറയാൻ തുടങ്ങും, നമ്മളുടെ അച്ഛനും മരിച്ചു, നമ്മളുടെ ബ്രദറും മരിച്ചു, എനിക്ക് ഇവരുടെ അടുത്ത് റിവെഞ്ച് എടുത്തേ പറ്റത്തുള്ളൂ, എന്ത് വില കൊടുത്തും ഞാൻ ഇവരെ ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന്. ഇവിടെയായിട്ട് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നവൾ പറയും, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തോളാം എന്ന്. എന്നിട്ട് അവൾ നേരെ താഴോട്ട് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജിയോങ്ങിനെയാണ്. അവനാണെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്ത് നല്ലതുപോലെ തളർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് അതേപോലെ തന്നെ റോബിൻ അതേപോലെ നമ്മളുടെ ചേനി 4 പേരും അവരവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. നമ്മളുടെ ചേനിയുടെ റോബിൻ്റെയും ജോലി എന്ന് പറയുന്നത് തന്നെ ആ എക്സ്പ്ലോസീവ്സ്, അതായത് ആ കെമിക്കൽസ് ഇല്ലേ, അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവരതിന് വേണ്ടിയിട്ട് പോയിരിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ചേനി നമ്മുടെ ജിയോങ്ങിൻ്റെ മുമ്പിൽ വരും. നമ്മുടെ ജിയോങ് ചോദിക്കും, അല്ല നീ ആണെങ്കിൽ ആ കെമിക്കൽസ് എവിടെ
എവിടാന്ന് കണ്ടുപിടിച്ചോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ചേനി പറയും ഞാനത് കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവൻ്റെ വയറ്റിലിട്ട് ഒരു കത്തി വെച്ചങ്ങ് കുത്തി കൊടുക്കും. ഇത് കാണുന്നേ നമ്മളുടെ ജിയോങ് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ നിന്നിട്ട് ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ അവളും കാണുന്നുണ്ട്. രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അവൾക്കിത് കാണുന്നേ നല്ല ദേഷ്യം വരും. അവൾ വിചാരിക്കും ഞങ്ങളുടെയൊക്കെ ലൈഫ് ഇത്രയും മോശമാക്കിയിട്ട് ആ ജിയോങ് അവൻ്റെ ലവ് ലൈഫായിട്ട് മുമ്പോട്ട് പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അവൾ പെട്ടെന്ന് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ ചേനീനെയില്ലേ അവളുടെ പുറകിൽ നിന്ന് വലിയൊരു വാളെടുത്തങ്ങ് കുത്തും. ഇത് കാണുന്നതും നമ്മളുടെ ജിയോങ്ങും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ നല്ലതുപോലെ ഞെട്ടും. അവൻ ചേനിയെന്നും പറഞ്ഞ് നിലവിളിച്ച് കരയാനൊരുങ്ങും. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത് ചേനി ആയിരുന്നില്ല, പകരം നമ്മളുടെ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പെണ്ണില്ലേ അവളായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചേനി വരും. അവളും വിചാരിക്കും എൻ്റെ രൂപത്തിൽ ഒരുത്തി ജിയോങ്ങിൻ്റെ അടുത്തിരിക്കുന്നു എന്ന്. അവൾ ഓടി വരുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ജിയോങ് പെട്ടെന്ന് തന്നെ പറയും എല്ലാവരും വേഗം തന്നെ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പെണ്ണ് ചോദിക്കും നിനക്ക് എൻ്റെ അടുത്ത് ഇപ്പോഴും കെയറിങ് ഉണ്ടോ? അപ്പോൾ നമ്മളുടെ ജിയോങ് പറയും ഞങ്ങളുടെ എല്ലാം ലൈഫ് നരകമായിരുന്ന സമയത്ത് നീ ഒറ്റ ഒരാളാണ് ഞങ്ങൾക്ക് നല്ല നല്ല ഡ്രീംസ് ഒക്കെ തന്നത്. അതിൻ്റെ കടപ്പാട് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ അവളായിരുന്നാലും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഉണ്ടായിരുന്ന ആ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പെണ്ണായിരുന്നു. അവൾ തന്നെ സ്വന്തമായിട്ട് കൊന്നില്ലേ. അങ്ങനെ ഇവളായിരുന്നാലും ഭയങ്കരമായിട്ട് ബോധം കിട്ടങ്ങ് വീഴും. അവളുടെയും പവേഴ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാത്ത നേരത്താണ് നമ്മളുടെ ഈ ന്യൂ ഇയറിൻ്റെ മിഡ് നൈറ്റ് എത്തുന്നത്. ആ സമയത്ത് അതിലെ ഒരു വലിയ ബലൂൺ വരും. ആ ബലൂണിൻ്റെ അകത്തായിട്ട് ബോംബുകളും വെച്ചിട്ടുണ്ട്. അതായത് ആ കെമിക്കൽസ് എല്ലാം ഇരിക്കുന്ന അതിനകത്തായിട്ടാണ്. കറക്റ്റ് 12 മണിയാവുന്നതും ആ ബലൂൺ പൊട്ടും. അങ്ങനെ എല്ലാവരുടെയും ദേഹത്തായിട്ട് ആ കെമിക്കൽസും വീഴും. ഇതാണ് അവരുടെ പ്ലാൻ. ഇത് കാണുന്നത് നമ്മളുടെ ചേനിയോടെ പറയും നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ബലൂൺ പിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പെട്ടെന്ന് തന്നെ അവൾക്കൊരു ഐഡിയ വരും. അവളാണെങ്കിൽ നമ്മളുടെ റോബിൻ്റെ അടുത്ത് പറയും നീ ഒരു കാര്യം ചെയ്യണം, എന്നെ മിസ്റ്റർ സോങ്ങിനെ നീ നിൻ്റെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ആ ബലൂണിലോട്ട് വലിച്ചെറിയണം. മിസ്റ്റർ സോങ് നീയാണെങ്കിൽ എന്നെ ആ ബലൂണിനകത്ത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം. എന്നിട്ട് നീ നേരെ താഴോട്ട് വന്നോ. അത് കഴിഞ്ഞ് ഈ ബോംബിനെ ഞാൻ നേരെ ടെലിപ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ട് ഞാനും അപ്പോഴും തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇങ്ങ് വരാമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ അവൾ പറയും ജിയോങ് നീയല്ലേ എല്ലാ തവണയും ഓരോരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്, ഇത്തവണ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ നിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഞങ്ങളെ സേഫായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യിച്ചാൽ മാത്രം മതി. ഇവിടെ നമ്മളുടെ ജിയോങ്ങിന് നല്ല പേടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്നാലും നമ്മുടെ ചേനി പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് എന്തൊക്കെയായിരുന്നാലും ഈ ആൾക്കാരുടെ ജീവനെല്ലാം രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകും. നമ്മളുടെ സോങ്ങും അതേപോലെ ചേനിയും ആയിരുന്നാലും അവർ പറഞ്ഞതുപോലെ തന്നെ ചിരിച്ചും കളിച്ചിട്ടും ആ ഒരു ബലൂണിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കും. എന്നിട്ട് നമ്മളുടെ സോങ് പറയും നീ നല്ല സേഫായിട്ട് താഴോട്ട് വരണേ എന്ന്. ഇതും പറഞ്ഞിട്ട് അവൻ മുകളിൽ നിന്ന് എടുത്ത് ചാടും. നമ്മളുടെ ചേനി ആയിരുന്നാലും പറയും ഓക്കെ ഞാനതെല്ലാം ഏറ്റെന്നും പറഞ്ഞിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ സോങ്ങിനെ ആയിരുന്നാലും ജിയോങ് നല്ല സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബലൂൺ 12 മണിയാവുന്നതും കറക്റ്റായിട്ട് പൊട്ടിത്തെറിക്കും. ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മളുടെ ചേനി ആയിരുന്നാലും അവളുടെ മൈൻഡ് യൂസ് ചെയ്തിട്ട് ടെലിപ്പോർട്ടായി വേറെ ഏതോ സ്ഥലത്ത് വന്ന് പെടും. ഇവിടെയായിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ അവളായിരുന്നാലും മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ചേനീനെ കാത്തിട്ട് നമ്മളുടെ സോങ്ങും അതേപോലെ റോബിനും ജിയോങ്ങും എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആയിരുന്നാലും ബോധമെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. ഈവൻ നമ്മളുടെ മിസ്റ്റർ സോങ്ങിൻ്റെ ഭാര്യയ്ക്ക് പോലും. ഇവിടെ എല്ലാവരും വിചാരിച്ചിരുന്ന എന്തോ വലിയൊരു ഭൂകമ്പം വന്നു, അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നത് എന്ന. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ചേനിയുടെ ഒരു കൈ കാണിക്കും. അവിടെ ഏതോ ഒരു സ്ഥലത്ത് മുറിവ് പറ്റി കിടക്കുന്നതായിട്ട്. പിന്നീട് കാണിക്കുന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേനിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എന്നാൽ അവളുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. ഇവിടെയായിട്ട് എല്ലാവരുടെയും പ്രതീക്ഷ അവസാനിച്ചിട്ടുണ്ട്. നമ്മളുടെ റോബിനും സോങ്ങും എല്ലാവരും നമ്മളുടെ ചേനിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. സോങ്ങിൻ്റെ വീട്ടിലായിരുന്നാലും അവൻ്റെ ഭാര്യ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. അവനെ ഒരു വിലയും കൊടുക്കുന്നില്ല. എന്നാൽ അവൻ്റെ മൂക്ക് അവനോടുള്ള അപ്രോച്ചൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു കടയിലായിട്ട് ഒളിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. അവളുടെ അച്ഛൻ ഇപ്പോൾ അവളുടെ മുമ്പിൽ വലിയൊരു സൂപ്പർ ഹീറോ തന്നെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ റോബിനും നമ്മളുടെ ചേനിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. മുത്തശ്ശിക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് മുത്തശ്ശി എടുത്ത് പറയും എന്തായിരുന്നാലും ചേനീനെ കാണാതായിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇനിയിപ്പോൾ അവളുടെ ഫ്യൂണറൽ നടത്തുന്നത് തന്നെയാണ് ശരി. ഒന്നുമില്ലെങ്കിലും അവളുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് നല്ല വിഷമത്തിലായിരുന്നു. അങ്ങനെ ഫ്യൂണറൽ നടത്തും. എല്ലാവരും നല്ല വിഷമത്തിലാണ്. അവിടെയായിട്ട്
ഒരു വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട ഭയങ്കര നാറ്റം പിടിച്ചൊരു പെണ്ണ് വരും. അവൾ വന്നിട്ട് ഫുഡ് കഴിക്കും. അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ ആരുമല്ല നമ്മളുടെ ചേനി തന്നെയാ എന്ന്. അവൾക്ക് പോലും മനസ്സിലായിട്ടില്ല ഇത് അവളുടെ ഫ്യൂണറിൻ്റെ ഫുഡ് അവൾ കഴിക്കുന്നതെന്ന്. അവൾ ചോദിക്കും, അല്ല ഇവിടെ ആരാ ചത്തത്? ഇവിടെയായിട്ട് ഇവളെ കാണുന്നത് നമ്മളുടെ റോബിനായിരുന്നാലും മിസ്റ്റർ സോങ്ങിനായിരുന്നാലും മുത്തശ്ശിക്കായിരുന്നാലും നല്ല സന്തോഷമാവും. അവരവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. ഇവിടെയായിട്ട് മിസ്റ്റർ സോങ് പറയും, ഓ ഈ പെണ്ണിന് എന്തൊരു നാറ്റവാ എന്ന്. ഇവിടെയായിട്ട് പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ചേനിയാണെങ്കിൽ നേരെ ജിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാ. ജിയോങ് ഇവള് തിരിച്ചു വന്ന കാര്യം അറിയുന്നതും ആ സെക്കൻഡിൽ തന്നെ ഓടി ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവളുടെ കോലം കാണുന്നതും അവൻ പറയും, നീ എൻ്റെ അടുത്ത് വരണ്ട, നീ എൻ്റെ അടുത്തുനിന്ന് മാറി നിന്നോ എന്ന്. ഇവിടെ നമ്മുടെ ചേനി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ അപ്പോഴും തന്നെ വരാൻ നോക്കിയതാ, പക്ഷേ എൻ്റെ പവർ അങ്ങോട്ട് എന്തോ വർക്കായില്ല. ഞാനങ്ങനെ പൈസയൊക്കെ സമ്പാദിച്ച് പതുക്കെയാണ് ഇവിടം വരെ എത്തിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആണെങ്കിൽ അവളെ അവോയ്ഡ് ചെയ്ത് നടക്കാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചേനി വന്നിട്ട് അവനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിടാനൊന്നും പോകുന്നില്ല എന്ന്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നടക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേനിയും സോങ്ങും അതേപോലെ റോബിനും അതേപോലെ ജിയോങ്ങും എല്ലാവരോടും ചേർന്നിട്ട് ആ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ്. അതായത് അവരിപ്പോൾ ആ നാടിൻ്റെ സൂപ്പർ ഹീറോസ് ആണല്ലോ. അവസാനമായിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രൊഫസറിനെയാണ്. ആളുടെ മുഖത്തുള്ള ആ മുറിവെല്ലാം മാറിയിട്ട് ആൾ കണ്ണു തുറക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ആ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പെണ്ണില്ലേ, അവൾ കുത്തിവെച്ച ഇഞ്ചക്ഷൻ യഥാർത്ഥത്തിൽ അയാളിൽ വർക്കായി. അയാളിപ്പോൾ ലൈഫിലോട്ട് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അതിനർത്ഥം ഈ ഒരു സീരീസിന് മിക്കവാറും ഒരു സെക്കൻഡ് സീസൺ കാണും. അപ്പോൾ ഈ ഒരു സീനോട് കൂടിയാണ് നമ്മളുടെ ഈ വണ്ടർഫുൾസ് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ഡ്രാമ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.